തിരുവമ്പാടി KSEB ഓഫീസ് ആക്രമണത്തിലെ പ്രതികളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിനെതിരെ പ്രതിഷേധം. KSEB ഓഫീസ് ആക്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അജ്മലിന്റെ പിതാവും മാതാവും KSEB ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധിച്ചത്. ഇതിനിടെ പിതാവ് UC റസാഖ് കുഴഞ്ഞു വീണു. ഞങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോന്നല്ലേ റസാഖ് എന്ന് പറഞ്ഞ ആളെ പേരിലാണ് അവന്റെ പേരിലെല്ലാം ഒക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ടൊന്നും കൂടുതൽ വിവരങ്ങൾ നൽകാൻ മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, KSEBയുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് പ്രതിഷേധിച്ചതിന് വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ടുള്ള ഒരു പ്രതികാര നടപടി ഉണ്ടാകുന്നത്. ഇപ്പോൾ അതിനെ തുടർന്ന് എന്തെല്ലാം സംഭവവികാസങ്ങളാണ് ഉണ്ടാകുന്നത്? തിരുവമ്പാടി KSEB ഓഫീസിൽ ഇന്ന് രാവിലെയാണ് രണ്ടുപേർ യൂത്ത് കോൺഗ്രസിലെ തിരുവമ്പാടി മണ്ഡലം ഭാരവാഹിയായ അജ്മലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഷഹദാദും ചേർന്ന് ആക്രമണം നടത്തിയതായി പരാതി ലഭിക്കുന്നത്. തുടർന്ന് അവിടെ KSEB ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും അവിടുത്തെ ഓഫീസ് സാമഗ്രികൾ തച്ചു തകർക്കുകയും ചെയ്തു എന്നാണ് KSEBയുടെ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് PDPP ആക്ട് ഉൾപ്പെടെയുള്ള ചുമത്തിക്കൊണ്ട് ഈ ഷഹദാദിനെ അജ്മലിനെയും അറസ്റ്റ് ചെയ്യുകയും പോലീസ് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പോലീസ് നടപടി അതിൻ്റെ ഒരു വഴിക്ക് തന്നെ കൃത്യമായി നടക്കുകയും ചെയ്തു. അതേസമയം ഒരു അസാധാരണമായ നടപടി ഉണ്ടായത് ഈ ഒരു അക്രമത്തിൻ്റെ പേരിൽ, ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഈ അജ്മലിൻ്റെ വീട്ടിൽ അജ്മലിൻ്റെ പിതാവ് UC റസാഖിൻ്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയും അവിടെ ഹൃദ്രോഗിയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ റസാഖും ഭാര്യ മറിയവുമാണ്, അദ്ദേഹത്തിൻ്റെ അജ്മലിൻ്റെ മാതാവ് മറിയവും മാത്രം ഉണ്ടായിരുന്നത്. അവരെ പൂർണ്ണമായി തന്നെ ഇന്ന് രാത്രി ഇരുട്ടിലാവുകയും ചെയ്തു. തുടർന്നാണ് ഈ രണ്ടുപേരും, അതായത് ഈ അജ്മലിൻ്റെ മാതാവും പിതാവും ചേർന്ന് തിരുവമ്പാടി KSEB ഓഫീസിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്. കാരണം തങ്ങളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ അന്യായമായി വിച്ഛേദിച്ചതിനെതിരെയുള്ളൊരു പ്രതിഷേധമായിരുന്നു അത്. നമുക്കറിയാം, അസാധാരണമായ നടപടിയാണ്. വൈദ്യുതി വകുപ്പ് ഇതിന് നിയമങ്ങളില്ല. KSEB ചെയർമാൻ തൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ചാണ് ആദ്യമായി ഇത്തരമൊരു വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുത്തത്. സ്വാഭാവികമായും വലിയ പ്രതിഷേധമുണ്ട്. എന്തായാലും രാത്രി KSEB തിരുവമ്പാടി ഓഫീസിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുക അല്പസമയം മുമ്പാണ് UC റസാഖിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും കുഴഞ്ഞു വീഴുകയും ചെയ്തത്. ഇപ്പോൾ അദ്ദേഹത്തെ അവിടുത്തെ തിരുവമ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം ഹൃദ്രോഗിയാണെന്നാണ് ബന്ധുക്കളും മറ്റുമൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് കൃത്യമായ വിവരം നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം ആശുപത്രിയിലാണ്. എന്തായാലും വലിയ പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട്. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിച്ചിരിക്കുന്നത് UP മോഡൽ പ്രതികാര നടപടിയാണ് ഇപ്പോൾ KSEBയും സർക്കാരും കാണിച്ചിരിക്കുന്നതാണ്. കാരണം അക്രമം കാണിച്ചു ആൾക്കെതിരെ പോലീസ് കേസെടുക്കുന്നു, അയാൾക്കെതിരെ കോടതിയിലേക്ക് അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുന്നു, തുടർ നടപടിയിലേക്ക് പോകുന്നു. അതേസമയം അതിൻ്റെ പേരിൽ പിന്നെ വൃദ്ധരായ മാതാവും പിതാവും താമസിക്കുന്ന വീടിൻ്റെ വൈദ്യുതി കണക്ഷൻ കട്ട് ചെയ്യുക എന്ന് പറയുന്ന UP മോഡൽ പ്രതികാര നടപടി ചെയ്തു എന്നുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ തുടർ പ്രതിഷേധങ്ങൾ ഇന്ന് രാത്രിയും നാളെ രാവിലെയൊക്കെ ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. അസ്ലം, എന്നാണെങ്കിലും ആ പ്രതികരണത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോയിട്ട് വരാം. വൈദ്യുതി വിച്ഛേദിച്ച നടപടി UP മോഡൽ പ്രതികാര നടപടി എന്നാണ് യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി പ്രതികരിച്ചത്. അതിലേക്ക് അജ്മൽ KSEB ഓഫീസിനകത്ത് കയറി അതിക്രമിച്ചു എന്ന് പറഞ്ഞ് അവിടെ അക്രമം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അജ്മലിന്റെ ഉപ്പയുടെ പേരിലുള്ള വീട്ടിലെ കണക്ഷൻ വൈദ്യുതി അവകാശത്തെ റദ്ദ് ചെയ്യാനുള്ള അധികാരം ഒരു KSEBക്കും ഇല്ല. UPയിലൊക്കെ യോഗി നടപ്പിലാക്കുന്ന രീതിയിലുള്ള പ്രതികാര നടപടിയുമായിട്ടാണ് KSEB ഇവിടെ മുന്നോട്ട് പോയിരിക്കുന്നത്. ഒരാൾ എന്തെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കാനുള്ള ഏത് തരത്തിലുള്ള നടപടിയാണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രീയപരവുമായും നിയമപരമായും ഈ വിഷയത്തെ നേരിടാനാണ് യൂത്ത് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അത് അനുബന്ധ സമര പരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. മുഹമ്മദ് അസ്ലം തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അസ്ലം, ഈ വൈദ്യുതി വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ട് KSEBയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? KSEB അതിൻ്റെ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് KSEB ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരം വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. വൈദ്യുതി ബോർഡ് ചെയർമാനുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് ചെയർമാൻ്റെ വിവേചനാധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും വൈദ്യുതി നിയമത്തിൽ എന്തെങ്കിലും വകുപ്പുകളുടെ അടിസ്ഥാനത്തിലല്ല, പകരം വിവേചനാധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓഫീസുകളിൽ അക്രമം വർദ്ധിക്കുന്നതിനെതിരെ ശക്തമായ നടപടി വേണം, അതുകൊണ്ടാണ് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമാണോ അല്ലെങ്കിൽ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അല്ലെങ്കിൽ അത്തരം ഒരു വിവേചനാധികാരം
അധികാരം സ്വീകരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാൻ ചെയർമാൻ അംഗീകാരമുണ്ടോ അധികാരമുണ്ടോ എന്ന കാര്യമൊക്കെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഓഫീസിൽ അതിക്രമം കാണിക്കുന്നു, അതിനെക്കുറിച്ച് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇതിൽ കുറച്ച് പ്രതിഷേധം അവർ കാണിച്ചിരുന്നു, അതേസമയം കൂടുതലും ജീവനക്കാരാണ് കാണിച്ചതെന്നൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അവർ പിന്നീട് പറയുന്നു. എന്തായാലും ആ കാര്യത്തിൽ പോലീസ് കൃത്യമായി തന്നെ ഇടപെടുകയും PDPP ആക്ട് ഉൾപ്പെടെ ചുമത്തുകയും പ്രത്യേകിച്ച് KCB അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ വരെ ആക്രമണം ഉണ്ടായെന്നാണ് പറയുന്നത്. സ്വാഭാവികമായും അത്തരം ഒരു കൃത്യമായ വകുപ്പുകൾ ചുമത്തിയാണ് രണ്ടുപേരെയും ഉടനെ അറസ്റ്റ് ചെയ്യുന്നു, അവരെ കോടതിയിൽ ഹാജരാക്കുന്നു, റിമാൻഡ് ചെയ്യുന്നു. പോലീസ് കൃത്യമായ നടപടിയിലേക്ക് മുന്നോട്ട് പോയിരുന്നു. അതേസമയം അതിനുശേഷം വന്ന KCBയുടെ ഈ നടപടിയാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. അത് അജ്മലിന്റെ പേരുള്ള വൈദ്യുതി കണക്ഷൻ പോലും അല്ല, പകരം അദ്ദേഹത്തിന്റെ പിതാവ് UC റസാഖിന്റെ പേരുള്ള വൈദ്യുതി കണക്ഷനാണ് വിച്ഛേദിക്കുന്നത്. അതിനെ തുടർന്ന് ആ രണ്ടുപേരും പിന്നെ ഈ വൃദ്ധനായ മാതാവും പിതാവും അവർ രണ്ടുപേരും ഇരുട്ടിൽ കഴിയേണ്ട ഒരു സാഹചര്യം വരുന്നു. തുടർന്നാണ് അവർ പ്രതിഷേധവുമായി KCB ഓഫീസിലേക്ക് മുന്നിൽ വരുന്നത്. അവിടെ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവിക അദ്ദേഹം അസുഖബാധിതനാണെന്ന് ബന്ധുക്കൾ പറയുന്നത്. അദ്ദേഹം കുഴഞ്ഞു വീണു, അദ്ദേഹം ആശുപത്രിയിലേക്ക് പോയി. എന്തായാലും എന്തുകൊണ്ടാണ് ഈ ഒരു വൈദ്യുതി കണക്ഷൻ വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തൊരു സമീപനം, അതെന്താണെന്നതിനെക്കുറിച്ച് സ്വാഭാവികമായ പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒരുപക്ഷെ വൈകാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്ലം, എന്താണെങ്കിലും വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ വൈദ്യുതി വീണ്ടും ഇപ്പോൾ വിച്ഛേദിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് പുനഃസ്ഥാപിക്കാനുള്ള എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഇന്ന് പറയാൻ കഴിയില്ല. കാരണം വൈദ്യുതി ബോർഡ് ചെയർമാന്റെ പ്രതികരണത്തെ ഇന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾ തന്നെ പ്രതികരണം ചോദിച്ചപ്പോൾ മന്ത്രിയും അതിനെ പിന്താങ്ങുകയാണ് ചെയ്തത്. അത്തരം നടപടികൾ ഉണ്ടാവണം, ഇല്ലെങ്കിൽ KCB ഓഫീസിൽ അക്രമങ്ങളിലേക്കുള്ള അക്രമങ്ങൾ വർദ്ധിക്കുമെന്ന രീതിയിൽ ആ നടപടി പിന്താങ്ങുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്ന് അറിയില്ല. അതേസമയം ആ പ്രദേശത്ത് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ അജ്മൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാണ്. അദ്ദേഹം അവിടെ പ്രതിഷേധിച്ചതേ ഉള്ളൂ എന്നാണ്. ആ തലേദിവസം തന്നെ വേറൊരു കേസ് എടുത്തിരുന്നത്. കാരണം വീട്ടിൽ ഈ വൈദ്യുതി കണക്ഷൻ കട്ട് ചെയ്യാൻ വന്ന ലൈൻമാൻമാരെ ഈ അജ്മൽ ആക്രമിച്ചു എന്നതിന്റെ പേരിൽ അജ്മലിനെതിരെ ഒരു കേസ് നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അന്ന് അവിടെ കണക്ഷൻ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധിക്കാൻ അജ്മൽ അവിടെ എത്തുകയും തുടർന്ന് അവിടെ അക്രമം നടത്തിയെന്നാണ് പോലീസിന്റെ FIR പറഞ്ഞിരിക്കുന്നത്. അതിൽ KCBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ ജീവനക്കാർക്ക് പരിക്കേറ്റതായും അവിടുത്തെ ഓഫീസിന് സാമഗ്രികൾ തകർത്തതായും പറയുന്നു. അതിനെ തുടർന്നാണ് പോലീസ് പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഭാരതീയ ന്യായ സംഹിതയുടെ മറ്റു വകുപ്പുകൾ കൂടി ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്തായാലും ആ കേസിന്റെ ഭാഗമായി ബന്ധപ്പെട്ട നടപടികൾ പോയി. അജ്മൽ ഇപ്പോൾ റിമാൻഡിലാണ്. അതേസമയം ഇപ്പോൾ അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ കട്ട് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവും മാതാവും അവസാനം ഇരുട്ടിൽ നിൽക്കേണ്ട സാഹചര്യത്തിൽ ആ ഒരു പ്രതിഷേധം, വീട്ടിലുള്ള പ്രതിഷേധം KCBക്ക് മുന്നിലേക്ക് മാറ്റിയതിനെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീണിരിക്കുന്നത്. ഹൃദ്രോഗിയാണെന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന കാര്യം ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ്. ഇപ്പോഴും നാട്ടുകാരുടെ പ്രതിഷേധം അവിടെ തുടരുന്നുണ്ട്. തിരുവമ്പാടി KCB ഓഫീസ് ആക്രമണത്തിലെ പ്രതികളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത്. ഒരു അസാധാരണമായ നടപടിയാണ് KCB സ്വീകരിച്ചിരിക്കുന്നത്. KCB ഓഫീസ് ആക്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അജ്മലിന്റെ പിതാവും മാതാവും KCB ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഇതിനിടെ പിതാവ് UC റസാഖ് കുഴഞ്ഞു വീണു. വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.